വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള സേഫ്റ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലെ തേർഡ് പാർട്ടാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഷോ ഫ്ലോർ മെയിൻ്റെനൻസിനെ കുറിച്ചാണ്, പിന്നെ 5S കൺസെപ്റ്റിനെ കുറിച്ച്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ പോയിന്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബെനിഫിറ്റ്സ് ഓഫ് ഷോ ഫ്ലോർ മെയിൻ്റെനൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, സം ഓഫ് ദ ബെനിഫിറ്റ്സ് വിച്ച് മേ ബി ഡിറൈവ്ഡ് ഫ്രം ദ യൂട്ടിലൈസേഷൻ ഓഫ് എ ഗുഡ് ഷോ ഫ്ലോർ മെയിൻ്റെനൻസ് ആർ ആസ് ഫോളോസ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്? അപ്പോൾ ഒരു ഷോ ഫ്ലോർ മെയിൻ്റെനൻസിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ബെനിഫിറ്റ്സ് എന്താണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഷോ ഫ്ലോർ മെയിൻ്റെനൻസിൻ്റെ പാർട്ടായിട്ടുള്ളത്, ആ രീതിയിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ ഒരു നല്ലൊരു ഷോ ഫ്ലോർ മെയിൻ്റെനൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇംപ്രൂവ്ഡ് ഓപ്പറേറ്റർ എഫിഷ്യൻസീസ്, ഒരു ഓപ്പറേറ്ററിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ പോയിൻ്റൊക്കെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. ആ രീതിയിൽ നിങ്ങൾ പോയിൻ്റായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, ഇംപ്രൂവ്ഡ് സപ്പോർട്ട് ഓപ്പറേഷൻ സച്ച് ആസ് റീപ്ലെനിഷ്മെൻറ്റ് മൂവ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോസസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യും. അതായത് റീപ്ലെനിഷ്മെൻറ്റ് മൂവ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോസസ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഫിനിഷ്ഡ് ഗുഡ്സിനെ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ, ഇംപ്രൂവ്ഡ് സപ്പോർട്ട് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്യുക, ഇംപ്രൂവ്ഡ് സപ്പോർട്ട് ഓപ്പറേഷൻ. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് സ്ക്രാപ്പ്. അതായത് സ്ക്രാപ്പ് ഉണ്ടാകുന്നത് കുറയും. ഓക്കെ, സ്ക്രാപ്പ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഈ രീതിയിൽ നോട്ട് ചെയ്യുക. ബെറ്റർ കൺട്രോൾ ഓഫ് യുവർ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമുക്ക് ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോർ ടൈംലി ഇൻഫർമേഷൻ ടു അസിസ്റ്റ് ഷോ ഫ്ലോർ സൂപ്പർവൈസേഴ്സ് ഇൻ മാനേജിങ് ദെയർ അസൈൻഡ് പ്രൊഡക്ഷൻ റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു ഷോ ഫ്ലോറിൽ ഒരു സൂപ്പർവൈസർ വേണം. അയാൾക്ക് നമുക്ക് കറക്റ്റ് ടൈമിങ്ങിലായിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. അതുവഴി അദ്ദേഹത്തിൻ്റെ അസൈൻഡ് പ്രൊഡക്ഷൻ റെസ്പോൺസിബിലിറ്റീസ് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് ഡൗൺ ടൈം ഡ്യൂ ടു ബെറ്റർ മെഷീൻ ആൻഡ് ടൂൾ മോണിറ്ററിങ്. അപ്പോൾ ഈ മെഷീൻസും ടൂളും നമ്മൾ മോണിറ്റർ ചെയ്യുന്ന വഴിയിട്ട് അവിടെ ഡൗൺ ടൈം, അതായത് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന പോസിബിലിറ്റി കുറയും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബെറ്റർ കൺട്രോൾ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻട്രി, വാട്ട് ഈസ് ആൻഡ് വേർ ഇറ്റ് ഈസ് ഇംപ്രൂവ്ഡ് ഓൺ ടൈം ഷെഡ്യൂൾ പെർഫോമൻസ്. അപ്പോൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻട്രി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻവെൻട്രി എന്ന് പറയുന്നത് ഒരു ഫ്ലോറിൽ എന്തൊക്കെ ഐറ്റംസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ഇൻവെൻട്രി, ഇപ്പോൾ ഒരു പ്ലാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പ്രോഡക്റ്റായിട്ട് മാറ്റണം. ഓക്കെ, എന്നിട്ട് അതിനെ ഡിസ്പാച്ച് ചെയ്യണം. അപ്പോൾ ഈ ഡിസ്പാച്ചും പ്രൊഡക്ഷനും നമുക്ക് ആ പ്രോസസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ഫ്ലോറിൽ എപ്പോഴും ഇൻവെൻട്രി കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മോർ ടൈം ഷെഡ്യൂൾഡ് പെർഫോമൻസ് വഴിയിട്ട് നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻട്രി കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5S കൺസെപ്റ്റിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് 5S കൺസെപ്റ്റ്. ഇതെന്തായാലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. 5S എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് മെത്തഡോളജിയാണ് ഫോർ വർക്ക് പ്ലേസ് ഓർഗനൈസേഷൻ. ഇൻ ജാപ്പനീസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സിറി. അപ്പം സിറി എന്താണെന്നുള്ള രീതിയിൽ വേണേൽ ചോദിക്കാം. ജാപ്പനീസ് വേർഡ് സിറി എന്ന് പറയുന്നത് സോർട്ടാണ്. ഓക്കെ, സോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഷോ ഫ്ലോറിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ടൂൾസോ കാര്യങ്ങളോ കാണും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാണ് നമുക്ക് ആവശ്യമുള്ള ഐറ്റം ഏതാണ്, അല്ലാത്തത് ഏതാണ്, എന്നിട്ട് ആ ആവശ്യം ഇല്ലാത്ത സാധനത്തെ എലിമിനേറ്റ് ചെയ്യുക. അതിനെയാണ് സോർട്ട് എന്ന് പറയുന്നത്. നമ്മളൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ, ഒരു ലൈബ്രറിയിൽ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ സോർട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, ആവശ്യമുള്ളത് ഇപ്പം നമ്മുടെ ഒരു ടേബിളിൽ തന്നെ നമുക്കിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ആവശ്യമുള്ള ഒരു ബുക്ക് നമ്മൾ സോർട്ട് ചെയ്ത് വെക്കും, ബാക്കിയുള്ളത് മാറ്റി വെക്കും. അതിലെ ഈ സിറി എന്ന് പറഞ്ഞ നെയിമും കൂടെ നോട്ട് ചെയ്യുക. ചിലപ്പോൾ ജാപ്പനീസ് വേർഡ് സിറി എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വേണേൽ ചോദിക്കാം. അതിനെ സോർട്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെയ്റ്റൺ, അല്ലെങ്കിൽ അതിനെ സെറ്റ് എന്ന് പറയും. സെയ്റ്റൺ അല്ലെങ്കിൽ സെറ്റ്. ഇതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് സെയ്റ്റൺ തന്നെ സ്ട്രൈറ്റൺ എന്നുകൂടി പഠിച്ചു വെക്കുക.
PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ സ്ട്രൈറ്റൺ ആയിരിക്കാം സെറ്റിൻ്റെ ഓപ്ഷനായിട്ട് തരുന്നത്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് നീഡഡ് ഐറ്റംസ് ഇൻ ദ കറക്റ്റ് പ്ലേസ് ടു അലോ ഫോർ ഈസി ആൻഡ് ഇമ്മീഡിയറ്റ് റിട്രീവൽ. അപ്പോൾ നമുക്കൊരു ടൂള് വേണം, അത് കറക്റ്റ് ലൊക്കേഷനിൽ സെറ്റ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യം വരാൻ നേരത്ത് അവിടെ നിന്ന് അത് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രൈറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ നീഡഡ് ഐറ്റംസിനെ കറക്റ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആൻഡ് ഇമ്മീഡിയറ്റ് റിട്രീവലിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് ഓർക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സീസോ അല്ലെങ്കിൽ ഷൈൻ. ഈ ഷൈൻ എന്ന് പറയുന്നത് പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ആ വർക്ക് പ്ലേസ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുള്ള അതിന് പറയുന്ന പേരാണ് ഷൈൻ. കീപ് ദ വർക്ക് പ്ലേസ് നീറ്റ് ആൻഡ് ക്ലീൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സേക്കെറ്റ്സു. ഓക്കെ, ആ ജാപ്പനീസ് പേരും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. സേക്കെറ്റ്സു എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സേക്കെറ്റ്സു മീൻസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സോർട്ട്, സ്ട്രൈറ്റൻ അല്ലെങ്കിൽ സെറ്റ് ആൻഡ് ഷൈൻ ആർ മെയ്ഡ് ഹാബിച്വൽ. നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്, സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മെത്തേഡ് ബൈ വിച്ച് സോർട്ട്, സ്ട്രൈറ്റൻ ആൻഡ് ഷൈൻ, അതായത് നമുക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ള സാധനങ്ങളും തിരിച്ചറിയുക, എന്നിട്ട് ആവശ്യമുള്ളത് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക, പിന്നെ അതിനെ നമുക്ക് കറക്റ്റ് പ്ലേസിൽ സെറ്റ് ചെയ്യുക, പിന്നെ ആ വർക്ക് പ്ലേസ് നീറ്റും ക്ലീൻ ആക്കുക, എന്നിട്ട് അതൊരു സ്റ്റാൻഡർഡൈസ് ഫോമിലാക്കുക, അതൊരു ഹാബിറ്റാക്കി മാറ്റുക. അതിനെയാണ് സ്റ്റാൻഡർഡൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഷിറ്റ്സുക്കി. ഈ ഷിറ്റ്സുക്കെ നോട്ട് ചെയ്യുക. ഷിറ്റ്സുക്കെ ജാപ്പനീസ് വേർഡാണ് ഷിറ്റ്സുക്കെ. അതിന് പറയുന്നത് സസ്റ്റെയിൻ എന്നാണ്. മെയിൻറ്റെയിൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ. ഇപ്പോൾ ഓരോ വർക്ക് ചെയ്യുന്നതിനും ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സസ്റ്റെയിൻ ചെയ്യുക മീൻസ് ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദ ലിസ്റ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ടു ഓർഗനൈസ് എ വർക്ക് സ്പേസ് ഫോർ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ബൈ ഐഡൻറ്റിഫൈയിങ് ആൻഡ് സ്റ്റോറിങ് ദ ഐറ്റംസ് യൂസ്ഡ്. അപ്പോൾ ഈ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, ഒരു ലിസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൗ ടു ഓർഗനൈസ് എ വർക്ക് സ്പേസ് ഫോർ എഫിഷ്യൻസി, ഒരു വർക്ക് സ്പേസ് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, ആൻഡ് എഫക്റ്റീവ്നെസ് ബൈ ഐഡൻറ്റിഫൈയിങ് ആൻഡ് സ്റ്റോറിങ് ദ ഐറ്റംസ് യൂസ്ഡ്. അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഐറ്റംസ് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. മെയിൻറ്റെയിനിങ് ദ ഏരിയ ആൻഡ് ഐറ്റംസ് ആൻഡ് സസ്റ്റൈനിങ് ദ ന്യൂ ഓർഡർ. ഓക്കെ, ആ ഏരിയ ഐറ്റംസ് മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് ആ ന്യൂ ഓർഡർ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി സെയിം ഐറ്റം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ആ 5Sൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻക്രീസസ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റിഡക്ഷൻ ഇൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും കൂടെ നോട്ട് ചെയ്യുക. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ സർക്കിൾ എന്ന് പറയുന്നത്, 5S വീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ പേരും നോട്ട് ചെയ്ത് വെച്ചേക്കുക, അതെന്താണെന്ന് അറിയുക. സോർട്ട്, സെറ്റ്, ഷൈൻ, സ്റ്റാൻഡർഡൈസ്, സസ്റ്റെയിൻ. അപ്പോൾ ഈ 5S കൺസെപ്റ്റിൽ ഏതെങ്കിലും ഒരു പേര് തന്നിട്ട് ഇതെന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൗസ് കീപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഹൗസ് കീപ്പിംഗ്, ഫോളോയിങ് ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ഫോർ ബെറ്റർ അപ്പ് കീപ്പ് ഓഫ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്. ഒന്ന്, ആ ഷോ ഫ്ലോർ ക്ലീൻ ചെയ്യുക എന്നുള്ളത്, ക്ലീനിങ് ഓഫ് ഷോ ഫ്ലോർ. കീപ് ക്ലീൻ ആൻഡ് ഫ്രീ ഫ്രം അക്യുമുലേഷൻ ഓഫ് ഡേർട്ട് ആൻഡ് സ്ക്രാപ്പ് ഡെയിലി. അപ്പോൾ നമുക്കൊരു ഫിനിഷിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഗ്രൈൻഡിങ് പ്രോസസ്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ എപ്പോഴും ആ സ്ക്രാപ്പും ഡേർട്ടും ഒക്കെ അക്യുമുലേഷൻ ഉണ്ടാകുന്നത് തടയാനായിട്ട് ക്ലീനും ഫ്രീയും ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്ലീനിങ് ഓഫ് മെഷീൻസ്. നമ്മൾ ആ യൂസ് ചെയ്യുന്ന മെഷീൻസ് ക്ലീൻ ചെയ്തിരിക്കണം. റെഡ്യൂസ് ആക്സിഡൻസ് ടു കീപ് മെഷീൻസ് ക്ലീൻഡ് വെൽ. അപ്പോൾ മെഷീൻസ് ക്ലീൻ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നുള്ള രീതിയിൽ വേണേൽ ക്വസ്റ്റ്യൻ വരാം. ആക്സിഡൻസ് കുറയ്ക്കും. ഓക്കെ, റെഡ്യൂസ് ആക്സിഡൻസ്. നെക്സ്റ്റ് പ്രിവെൻഷൻ ഓഫ് ലീക്കേജ് ആൻഡ് സ്പില്ലേജ്. യൂസ് സ്പ്ലാഷ് ഗാർഡ്സ് ഇൻ മെഷീൻസ് ആൻഡ് കളക്ടിങ് ട്രേ. ഇപ്പോൾ നമുക്ക് കൂളൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ലൂബ്രിക്കേഷൻ പർപ്പസിന് വേണ്ടി, അവിടെ കൂളൻറ്റും ലൂബ്രിക്കൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലീക്കേജും സ്പില്ലേജും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹൗസ് കീപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്ലാഷ് ഗാർഡ്സ്, കളക്ടിങ് ട്രേസ് ഒക്കെ ഈ മെഷീൻസിൽ യൂസ് ചെയ്യാറുണ്ട്. യൂസ് സ്പ്ലാഷ് ഗാർഡ്സ് ഇൻ മെഷീൻസ് ആൻഡ് കളക്ടിങ് ട്രേ. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രിവെൻഷൻ ഓഫ് ലീക്കേജ് ആൻഡ് സ്പില്ലേജ് തടയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? യൂസ് സ്പ്ലാഷ് ഗാർഡ്സ് ആൻഡ് മെഷീൻസ് ആൻഡ് കളക്ടിങ് ട്രേ. നെക്സ്റ്റ് ഡിസ്പോസൽ ഓഫ് സ്ക്രാപ്പ്. empty scrap wastage far from respective containers regularly.
ഇപ്പോൾ ഒരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ടായിരിക്കും, നമ്മളിപ്പോൾ ഒരു ലെയ്ത്തിൽ വർക്ക് ചെയ്യാൻ നേരത്തെ ചിപ്സ് ഒക്കെ അതിലായിരിക്കും കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത്. അത് റെഗുലർലി ആയിട്ട് ഡെയിലി നമ്മളത്, അല്ലെങ്കിൽ അത് നിറയുന്ന ഒരു കണ്ടീഷൻ കാണും, അത് റെസ്പെക്റ്റീവ് കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ എപ്പോഴും ഡിസ്പോസ് ചെയ്തിരിക്കണം. പിന്നെ ടൂൾ സ്റ്റോറേജ്, യൂസ് സ്പെഷ്യൽ റാക്സ് ഹോൾഡേഴ്സ് ഫോർ റെസ്പെക്റ്റീവ് ടൂൾസ്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ റാക്കോ ഹോൾഡേഴ്സോ റെസ്പെക്റ്റീവ് ടൂൾസിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ സ്റ്റോറേജ് സ്പേസസ്, ഐഡൻറ്റിഫൈ സ്റ്റോറേജ് ഏരിയാസ് ഫോർ റെസ്പെക്റ്റീവ് ഐറ്റംസ്. ഇപ്പോൾ ഒരു മെഷീൻസോ ടൂൾസോ വെക്കാനായിട്ടൊരു സ്റ്റോറേജ് സ്പേസസ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഡു നോട്ട് ലീവ് എനി മെറ്റീരിയൽ ഇൻ ഗാങ് വേ. ഇപ്പോൾ നമ്മൾ ഒരു ഫിനിഷ് ചെയ്ത വർക്ക് അത് വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ കണ്ടെത്തിയിരിക്കണം. അത് നമ്മൾ ആ മെഷീൻസിൻ്റെ ഗാങ് വേസിലൊന്നും പ്ലേസ് ചെയ്തിട്ട് പോകരുത്. ഡു നോട്ട് ലീവ് എനി മെറ്റീരിയൽ ഇൻ ഗാങ് വേ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പൈലിംഗ് മെത്തേഡ്സ്. ഡു നോട്ട് ഓവർലോഡ് പ്ലാറ്റ്ഫോം ഫ്ലോർ ആൻഡ് കീപ് മെറ്റീരിയൽ അറ്റ് സേഫ് ഹൈറ്റ്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം കാണും, അതിൽ ഓവർലോഡ് ചെയ്യാൻ നമ്മൾ പാടില്ല. പിന്നെ ഈ ഫ്ലോർ ആൻഡ് കീപ് മെറ്റീരിയൽ അറ്റ് സേഫ് ഹൈറ്റ്. അപ്പോൾ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലോറിൽ നിന്നൊരു സേഫ് ഹൈറ്റിലായിരിക്കണം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ് നെക്സ്റ്റ് പോയിന്റ്. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. അപ്പോൾ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടി നമുക്ക് ഫോർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം, കൺവേഴ്സ് യൂസ് ചെയ്യാം, ഹോയിസ്റ്റ് അക്കോർഡിംഗ് ടു ദ വോളിയം ആൻഡ് വെയിറ്റ് ഓഫ് ദ പാക്കേജ്. ഇപ്പോൾ നമുക്ക് കൈവച്ച് ഒരു മൈന്യൂട്ട് വർക്കാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് വെച്ച് തന്നെ നമുക്ക് എടുക്കാം. ഒരു അതിൻ്റെ ലാർജ് ആയിട്ടുള്ളൊരു വർക്കാണെങ്കിൽ നമ്മൾ ഫോർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഹോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഇതായിരിക്കും. സ്ലിങ് കാണും, അത് വെച്ചിട്ട് ഇതിനെ നമുക്ക് ഒരു കൊളുത്ത് കാണും. ഓക്കെ, അപ്പോൾ ആ വർക്ക് പീസ് ഇതാണെന്ന് ഓർത്തോ. ഈ കൊളുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ സ്വിച്ചസ് കാണും, ഇത് വെച്ച് നമ്മൾ ഇതുപോലെ ഒരു പ്ലെയിൻ ഹോയിസ്റ്റ് കാണും. ഇത് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ട് കീപ്പ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് ആ പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടി നമ്മൾ ഫോർക്ക് ലിഫ്റ്റ്, കൺവെയർ, ഹോയിസ്റ്റ് അത് ആ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വോളിയത്തിനനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ഒരു ഗുഡ് ഷോ ഫ്ലോർ പ്രാക്ടീസസ് ഫോളോഡ് ഇൻ ഇൻഡസ്ട്രി. ഗുഡ് ഷോ ഫ്ലോർ പ്രാക്ടീസസ് ആർ മോട്ടിവേറ്റിംഗ് ആക്ഷൻ പ്ലാൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ മാനുഫാക്ചറിങ് പ്രോസസ്. ഒരു ഗുഡ് ഷോ ഫ്ലോർ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ആക്ഷൻ പ്ലാൻ ആണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ മാനുഫാക്ചറിങ് പ്രോസസ്. നെക്സ്റ്റ്, ഓൾ വർക്കേഴ്സ് ആർ കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ഡെയിലി ടാർഗറ്റ് ഓൺ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു ഫ്ലോറിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്ത് ഓരോ വർക്കേഴ്സിനും ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള പോയിന്റ് കാണും. ഓക്കെ, ഓൾ വർക്കേഴ്സ് ആർ കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ഡെയിലി ടാർഗറ്റ് ഓൺ മാനുഫാക്ചറിങ്. ഒരു ഫ്ലൈ വീലിൻ്റെ ഒരു ഫിനിഷിംഗ് ഓപ്പറേഷൻ ഒരു 72 നമ്പേഴ്സ് വേണമെന്ന് ഒരാളോട് ഡെയിലി പറയുന്നു. ഓക്കെ, അപ്പോൾ അത് അയാൾ അച്ചീവ് ചെയ്തിരിക്കണം. അപ്പോൾ ഡെയിലി ടാർഗറ്റ് എന്ന് പറയുന്നത് അതാണ്. നെക്സ്റ്റ്, ഇൻഫർമേറ്റീവ് ചാർട്ട്സ് ആർ യൂസ് ടു പോസ്റ്റ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി റിസൾട്ട്സ് കമ്പയർഡ് ടു അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ അതൊരു ഇൻഫർമേറ്റീവ് ചാർട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി. ഓക്കെ, അത് അച്ചീവ്മെൻറ്റിനെ സഹായിക്കും. വർക്കേഴ്സ് ആർ ട്രെയിൻഡ് ഓൺ റിട്ടേൺ പ്രോഡക്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ വർക്കേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കും ഓൺ റിട്ടേൺ പ്രോഡക്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമുക്ക് വേണ്ട പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, അപ്പോൾ ഈ സ്റ്റാൻഡേർഡിൽ വേണം നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടാനെന്നുള്ള രീതിയിൽ വർക്കേഴ്സിനൊരു ട്രെയിനിങ് കൊടുക്കും. മാനുഫാക്ചർഡ് പാർട്സ് ആർ ഇൻസ്പെക്റ്റഡ് ടു എൻഷുർ അഡ്ഹറൻസ് ടു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ഈ മാനുഫാക്ചർ ചെയ്ത പാർട്സ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും, എന്നിട്ട് ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോയെന്നും ചെക്ക് ചെയ്യും. പ്രൊഡക്ഷൻ പ്രോസസ് ആർ പ്ലാൻഡ് ബൈ എഞ്ചിനീയറിംഗ് ടു മിനിമൈസ് പ്രോഡക്റ്റ് വേരിയേഷൻ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. എന്നിട്ട് ആ പ്രോഡക്റ്റ് വേരിയേഷന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ, ഇപ്പോൾ ഒരു ഹോൾ ബേസ് സിസ്റ്റം 25 mm ആണ് നമ്മുടെ ബേസിക് സൈസ്, അതിനൊരു ടോളറൻസ് റേഞ്ച് കൊടുക്കും 0.01 ±. അപ്പോൾ അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് പ്ലാൻ ചെയ്തിരിക്കും. പിന്നെ 5S മെത്തേഡ്സ് ആർ യൂസ് ടു ഓർഗനൈസ് ദ ഷോപ്പ് ഫ്ലോർ ആൻഡ് പ്രൊഡക്ഷൻ ലൈൻസ്. അപ്പോൾ ഈ 5S മെത്തേഡ് നേരത്തെ നമ്മൾ പഠിച്ച 5S മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഷോപ്പ് ഫ്ലോറും പ്രൊഡക്ഷൻ ലൈൻസും നമ്മൾ ഓർഗനൈസ് ചെയ്യും. വർക്കേഴ്സ് ആർ ട്രെയിൻഡ് ഓൺ പ്ലാന്റ് സേഫ്റ്റി പ്രാക്ടീസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഈ വർക്കേഴ്സിന് നമ്മൾ സേഫ്റ്റിയെക്കുറിച്ചൊരു ട്രെയിനിങ് കൊടുത്തിരിക്കും, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്കേഴ്സ് ആർ ട്രെയിൻഡ് ഓൺ റൂട്ട് കോസ് അനാലിസിസ് ഫോർ ഡിറ്റർമിനിങ് ദ കോസസ് ഓഫ് നോട്ട് ഫോളോയിങ്. അപ്പോൾ വർക്കേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യും റൂട്ട് കോസിനെ കുറിച്ച്, അനാലിസിസ് ഓഫ് ഡിറ്റർമിനിങ് ദ കോസസ് ഓഫ് നോട്ട് ഫോളോയിങ്. ഇപ്പോൾ ഒരാളോട് പറയുന്നത് ഹെൽമെറ്റ് വെക്കാൻ, അപ്പോൾ ഹെൽമെറ്റ് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ
അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും, അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, അതിനെക്കുറിച്ചും ഈ വർക്കേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ടെർമിനേഷൻ ആണോ, സസ്പെൻഷൻ ആണോ, മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ, ഓക്കെ, ആ രീതിയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കും. എ റിട്ടൺ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് പ്ലാൻ ഫോർ അപ്കീപ്പ് ഓഫ് പ്ലാന്റ് മെഷീനറി ആൻഡ് ഇക്വിപ്മെൻറ്റ്. ഒരു റിട്ടൺ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് പ്ലാൻ ഉണ്ടായിരിക്കും. ഓക്കെ, ആ പ്ലാന്റ് മെഷീനറി ആൻഡ് ഇക്വിപ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു ആഴ്ചയിലായിരിക്കും, വീക്കിലി ആയിരിക്കും ചിലപ്പോൾ നമ്മളത് ചെയ്യുന്നത്. അതൊരു ബ്രേക്ക് ഡൗൺ മെയിൻ്റെനൻസ് ഉണ്ടാവാതിരിക്കാനാണ്, ഒരു സിസ്റ്റം നമുക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ അത്തരം പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് ചെയ്യുന്നത്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് മെഷീനറി ഇക്വിപ്മെൻറ്റിന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടാണ്. അപ്കീപ്പ് ഓഫ് പ്ലാന്റ് മെഷീനറി ആൻഡ് equipment. Management meets with plant employees regularly to get input on process improvement. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന പ്രോസസ്സിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനായിട്ട് ഈ മാനേജ്മെൻറ്റ് പ്ലാന്റ് എംപ്ലോയീസുമായിട്ട് റെഗുലർലി മീറ്റ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ ഒരു കമ്പനിയിൽ കാണാം ഇന്ന് മീറ്റിംഗ് ഉണ്ട്, ഇന്ന ടൈമിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ ഷോപ്പ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ് കാണും, ഹയറാർക്കിയിലുള്ള മാനേജേഴ്സ് കാണും. അപ്പോൾ അവർ ഇതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും, പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള. പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റ് ടീംസ് ആർ എംപ്ലോയിഡ് ടു ഇംപ്ലിമെൻറ്റ് ബെസ്റ്റ് പ്രാക്ടീസ്. അപ്പോൾ ഈ പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റ് ടീംസ് എന്ന് പറയുന്നത് ബെസ്റ്റ് പ്രാക്ടീസ് എംപ്ലോയ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഈ 8 പോയിന്റ്. ഓക്കെ, പിന്നെ അതിൽ ഇത് ജസ്റ്റ് വായിച്ചിടുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ പെടാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് വായിക്കുക. ഈ 8 പോയിന്റ് നമ്മൾ ഒഴിവാക്കി കളയരുത് ഹൗസ് കീപ്പിങ്ങിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ആണ്. വേസ്റ്റ് മെറ്റീരിയൽ, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഈസ് ദ വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി സച്ച് ആസ് ദാറ്റ് ഓഫ് ഫാക്ടറീസ്, മിൽസ് ആൻഡ് മൈൻസ്. അപ്പോൾ ഈ ഫാക്ടറീസിലും മിൽസിലും മൈൻസിലും ഒക്കെ ഉണ്ടാകുന്ന വേസ്റ്റിനെയാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ വേസ്റ്റ് ഒക്കെ ഉൾപ്പെടും? ഒന്ന് കോട്ടൺ വേസ്റ്റ്, ഈ കാണുന്നതാണ് കോട്ടൺ വേസ്റ്റ്. മെറ്റൽ ചിപ്സ് ഓഫ് ഡിഫറൻറ്റ് മെറ്റീരിയൽ. ഇപ്പോൾ മെറ്റൽ ചിപ്സ്, ഇപ്പോൾ ലെയ്ത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മില്ലിംഗ് മെഷീൻസ്, ഷേപ്പർ, അവിടെയൊക്കെ നമുക്ക് മെറ്റൽ ചിപ്സ് ഉണ്ടാകും. ഓയിലി വേസ്റ്റ് സച്ച് ആസ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, കൂളൻറ്റ് എക്സെട്ര. ഇപ്പോൾ നമ്മൾ മെഷീനിങ് ചെയ്യാൻ നേരത്തെ അവിടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലും കൂളൻറ്റും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഓയിലി വേസ്റ്റ് ഉണ്ടാകും. അതർ വേസ്റ്റ് സച്ച് ആസ് ഇലക്ട്രിക്കൽ ഗ്ലാസ് എക്സെട്ര. ഇപ്പോൾ എന്തെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാൻ നേരത്തെ അവിടെ ആ ഇലക്ട്രിക്കൽ വേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ, പിന്നെ ഗ്ലാസ്, അതുപോലെയുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്ന ഏരിയയാണ്. മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആരോ കാണിച്ചിരിക്കുന്നത് മോസ്റ്റ് സസ്റ്റൈനബിൾ ആണ് മുകളിലോട്ട് പോകാൻ നേരത്ത്. ഓക്കെ, ലീസ്റ്റ് സസ്റ്റൈനബിൾ ആണ് ഈ ട്രയാങ്കിളിൽ താഴത്തേക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീസൈക്ലിംഗ് ആണ്. റീസൈക്ലിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വെൽ നോൺ മെത്തേഡ് ഫോർ മാനേജിങ് വേസ്റ്റ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റീസൈക്ലിംഗ്. ഇറ്റ് ഈസ് നോട്ട് എക്സ്പെൻസീവ് ആൻഡ് ക്യാൻ ബി ഈസിലി ഡൺ ബൈ യു. ഇത് എക്സ്പെൻസീവ് അല്ല. ഇഫ് യു ക്യാരി ഔട്ട് റീസൈക്ലിംഗ് യു വിൽ സേവ് എ ലോട്ട് ഓഫ് എനർജി, റിസോഴ്സസ് ആൻഡ് ദെയർ ബൈ റെഡ്യൂസ് പൊല്യൂഷൻ. ഒരു സ്ക്രാപ്പ്, ഓക്കെ, അത് നമ്മൾ പിന്നെയും ഉരുക്കി അയണായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് റീസൈക്ലിങ്ങിൽ വരുന്നതാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അത് കളക്ട് ചെയ്തിട്ട് അത് പിന്നെയും റീസൈക്കിൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ റീസൈക്ലിംഗ് എന്ന് പറയുന്നത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അല്ലെങ്കിൽ മെത്തേഡാണ്. അത് എക്സ്പെൻസീവ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ലോട്ട് ഓഫ് എനർജി സേവ് ചെയ്യാൻ പറ്റും റീസൈക്ലിംഗ് ചെയ്യുന്നത് വഴി. അതുകൊണ്ട് പൊല്യൂഷൻ കുറക്കാൻ പറ്റും, റിസോഴ്സസ് കുറച്ചേ യൂസ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കമ്പോസ്റ്റിംഗ് ആണ്. കമ്പോസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾക്ക് വീട്ടിൽ തന്നെ അറിയാവുന്ന കാര്യങ്ങൾ ആണ്. ഓക്കെ, ദിസ് ഈസ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് എനി ഹസാഡസ് ബൈ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു ഹസാഡസ് ബൈ പ്രോഡക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ കമ്പോസ്റ്റിംഗ് ആണ്. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ബ്രേക്കിംഗ് ഡൗൺ ദ മെറ്റീരിയൽസ് ഇൻ ടു ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ വേസ്റ്റ് മെറ്റീരിയലിനെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മാനുവർ. എന്നിട്ട് നമുക്കത് വളമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ വീട്ടിൽ വരുന്ന പച്ചക്കറി വേസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പീൽസും, ആ സാധനങ്ങളൊക്കെ നമ്മൾ കമ്പോസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതൊരു ഓർഗാനിക് കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്കത് വളമായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാൻഡ് ഫിൽ ആണ്. വേസ്റ്റ് മാനേജ്മെന്റ് ത്രൂ ദ യൂസ് ഓഫ് ലാൻഡ് ഫിൽ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ലാർജ് ഏരിയ. ദിസ് പ്ലേസ് ഈസ് ഡഗ്, ഓപ്പൺ ആൻഡ് ഫിൽഡ് വിത്ത് വേസ്റ്റ്. ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഏരിയ നമ്മൾ കണ്ടെത്തുന്നു, എന്നിട്ട് അവിടെ ഡിഗ് ചെയ്യുന്നു, ഓക്കെ, അവിടെ കുഴിക്കുന്നു, എന്നിട്ട്
നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ അവിടെ കൊണ്ടുപോയി ഫില്ല് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ലാർജ് ഏരിയ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലാൻഡ് ഫില്ലിൻ്റെ ഡ്രോബാക്ക് എന്താണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ലാർജ് ഏരിയ അവിടെ ആവശ്യമായിട്ട് വരും. അതേപോലെ തന്നെ ലാൻഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഡിഗ് ചെയ്യുന്ന ആ കുഴിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പൊല്യൂട്ടൻ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, ബേണിംഗ് ദ വേസ്റ്റ് മെറ്റീരിയൽ. ഇഫ് യു കനോട്ട് റീസൈക്കിൾ ഓർ ഇഫ് ദർ ആർ നോ പ്രോപ്പർ പ്ലേസ് ഫോർ സെറ്റിംഗ് ഓഫ് ലാൻഡ് ഫിൽസ് യു ക്യാൻ ബേൺ ദ വേസ്റ്റ് മെറ്റീരിയൽ ജനറേറ്റഡ് ഇൻ യുവർ ഹൗസ് ഹോൾഡ്. അപ്പോൾ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ കമ്പോസ്റ്റിങ്ങോ ലാൻഡ് ഫില്ലോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്തരം കേസുകളിൽ നമുക്കിത് ബേൺ ചെയ്യാം ഹൗസ് ഹോൾഡിൽ. കൺട്രോൾഡ് ബേണിംഗ് ഓഫ് വേസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ടു പ്രൊഡ്യൂസ് സ്റ്റീം ആൻഡ് ആഷ് ഇസ് എ പ്രിഫേർഡ് വേസ്റ്റ് ഡിസ്പോസൽ ടെക്നിക്. അപ്പോൾ പ്രിഫേർഡ് വേസ്റ്റ് ഡിസ്പോസൽ ടെക്നിക്കാണ് ഏത്? കൺട്രോൾഡ് ബേണിംഗ് ഓഫ് വേസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ടു പ്രൊഡ്യൂസ് സ്റ്റീം ആൻഡ് ആഷ്. നെക്സ്റ്റ്, ഈ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എൻഷുവേഴ്സ് വർക്ക്സ് നീറ്റ് ആൻഡ് ടൈഡി. ഈ വർക്ക്ഷോപ്പ് നീറ്റും ടൈഡി ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ഈ വേസ്റ്റ് ഡിസ്പോസൽ സഹായിക്കും. റെഡ്യൂസസ് അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഓൺ ഹെൽത്ത് പ്രോബ്ലംസ്. ഒരു വേസ്റ്റ് ഒരു സ്ഥലത്ത് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ അതിന് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യമാണ് ഈ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ അഡ്വാൻറ്റേജ്. ഇംപ്രൂവ്സ് എക്കണോമിക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക. റെഡ്യൂസ് അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. എക്കണോമിക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റിന് അഡ്വേഴ്സ് എഫക്റ്റിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഇൻസിനറേഷൻ. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻസിനറേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺട്രോൾഡ് കമ്പസ്റ്റൻ ഓഫ് ഗാർബേജ് ടു റെഡ്യൂസ് ഇറ്റ് ടു ഇൻകമ്പസ്റ്റബിൾ മാറ്റർ, ആഷ്, വേസ്റ്റ് ഗ്യാസ് ആൻഡ് ഹീറ്റ്. അപ്പോൾ ഒരു ഗാർബേജിന് അല്ലെങ്കിൽ ഒരു വേസ്റ്റിനെ നമുക്ക് കൺട്രോൾഡ് കമ്പസ്റ്റൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻസിനറേഷൻ. അത് എന്തായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു? ഇൻകമ്പസ്റ്റബിൾ മാറ്റർ അല്ലെങ്കിൽ ആഷ്, വേസ്റ്റ് ഗ്യാസ് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആൻഡ് റിലീസ്ഡ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ്. ദിസ് റെഡ്യൂസ്ഡ് 90% ഓഫ് വോളിയം ഓഫ് വേസ്റ്റ്. സംടൈം ദ ഹീറ്റ് ജനറേറ്റഡ് യൂസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക് പവർ. അപ്പോൾ ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇലക്ട്രിക് പവർ ജനറേഷന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഈ 90% ഓഫ് വോളിയം ഓഫ് വേസ്റ്റ് നമുക്കിവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യം നോട്ട് ചെയ്യുക. ഇൻസിനറേഷനിൽ 90% വേസ്റ്റ്, വോളിയം ഓഫ് വേസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ ഹീറ്റ്. ഇൻസിനറേഷൻ്റെ ഫലമായിട്ട് ആ ഹീറ്റ് വെച്ച് നമുക്ക് പവർ ജനറേഷന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഈ ഫിഗറും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ വേസ്റ്റ് കോമ്പാക്ഷനെ കുറിച്ചാണ് നെക്സ്റ്റ്. ഓക്കെ, ഒരു വേസ്റ്റ് കോമ്പാക്ഷൻ. വേസ്റ്റ് മെറ്റീരിയൽ സച്ച് ആസ് ക്യാൻസ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കോമ്പാക്ട് ഇൻ ടു ബ്ലോക്സ് ആൻഡ് സെൻഡ് ഫോർ റീസൈക്ലിംഗ്. അപ്പോൾ നേരത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ക്യാൻസ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതിനെ കോമ്പാക്ട് ചെയ്ത് ഒരു ബ്ലോക്കാക്കി മാറ്റിയിട്ട് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി സെൻഡ് ചെയ്യുന്നു. ദിസ് പ്രോസസ് സ്പേസ് നീഡ്, ദസ് മേക്കിംഗ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പൊസിഷനിങ് ഈസി. അപ്പോൾ ഇതിൽ ട്രാൻസ്പോർട്ടേഷനും പൊസിഷനിങ്ങും ഈസി ആയിട്ട് മാറും. നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. PYQ ആണ്. നോട്ട് ചെയ്യുക. കളർ കോഡ് ഫോർ ബിൻസ്. ഓക്കെ, കളർ കോഡ് ഫോർ ബിൻസ്. അപ്പോൾ ഇതൊരു കോഡ് വെച്ച് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പേപ്പർ, ബ്ലൂ പേപ്പർ എന്ന് പഠിക്കുക. ഓക്കെ, ബ്ലൂ പേപ്പർ. അപ്പോൾ പേപ്പർ മാറത്തില്ല. ഇപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ പേപ്പർ ആണെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബിൻ എന്ന് പറയുന്നത് ഇത് ബ്ലൂ കളറിലുള്ള ബിന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലാസ്റ്റിക് യെല്ലോ, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. പേപ്പർ PYQ ആണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് യെല്ലോ. അപ്പോൾ നമ്മളൊരു കിറ്റ് എടുക്കുക. നമ്മളൊരു സാധാ ഒരു കിറ്റില്ലേ, മീനൊക്കെ വാങ്ങിക്കാൻ അവർ തരുന്നത്, അതൊരു യെല്ലോ കിറ്റ്. പല കളറിലുള്ള കിറ്റുണ്ട്. യെല്ലോ കിറ്റായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് യെല്ലോ ആയിട്ട് സങ്കല്പിക്കുക. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെറ്റൽ എന്ന് പറയാൻ നേരത്ത് തന്നെ ഓക്കെ, മെറ്റൽ റെഡ്. ഇത് മൂന്നുമാണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. അതിൻ്റെ കൂടെ ഗ്ലാസ് ഗ്രീൻ, അത് GG എന്ന് പഠിച്ചാൽ മതി. GG. ഓക്കെ, ഗ്ലാസ് ഗ്രീൻ ആണ് GG എന്ന് പറയുന്ന കോഡിൽ പഠിക്കുക. ഫുഡ് എന്ന് പറയുന്നത് ബ്ലാക്ക്. അത് നിങ്ങൾക്ക് പോളിത്തീൻ കവറൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ബഫേ അവിടെ വേസ്റ്റ് കളക്ഷന് വേണ്ടി ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ഒരു ബ്ലാക്ക് പോളിത്തീൻ ഷീറ്റ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്ന ബ്ലാക്ക് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ അതർ വേസ്റ്റ് നമ്മൾ സ്കൈ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേസ്റ്റ് കളർ കോഡ് വെച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ എന്ന് പറയുന്നത് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് ആണ്. അത് പല ടൈപ്പ് ഉണ്ട്. അതിൽ നിന്ന്
ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വന്നെന്ന് പറയുന്നത് സേഫ്റ്റിയെ കുറിച്ചാണ്. സേഫ്റ്റി മീൻസ് ഫ്രീഡം ഓർ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, ഡേഞ്ചർ, ഹസാർഡ് ഓർ റിസ്ക്, ആക്സിഡന്റ് ഓർ ഇഞ്ചുറി ഓർ ഡാമേജ്. സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, എന്തിൽ നിന്ന്? ഹാം ഉണ്ടാകുന്നതിൽ നിന്നോ, എന്തെങ്കിലും ഡേഞ്ചറോ, ഹസാർഡോ, റിസ്കോ, ആക്സിഡന്റ്, ഇഞ്ചുറി ഓർ ഡാമേജ് ഉണ്ടാകുന്നതിൽ നിന്നുള്ള പ്രൊട്ടക്ഷനെയാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആ രീതിയിലായിരിക്കാം നമുക്ക് സിലബസിൽ ഈ ടോപ്പിക്ക് വരാൻ ചാൻസ്. ഓക്കെ, അപ്പോൾ ആ ഏരിയ നമുക്ക് കവർ ചെയ്തിരിക്കണം. ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഈസ് കൺസേൺഡ് വിത്ത് പ്രൊട്ടക്ടിങ് ദ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് പീപ്പിൾ എൻഗേജ് ഇൻ വർക്ക് ഓർ എംപ്ലോയ്മെന്റ്. അപ്പോൾ ആ വർക്കിലോ, ആ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ വർക്കിൽ, ആ എംപ്ലോയ്മെന്റിൽ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത്, സേഫ്റ്റി ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഇതിനെയാണ് ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഗോൾ ഈസ് ടു പ്രൊവൈഡ് എ സേഫ് വർക്ക് എൻവയോൺമെന്റ് ആൻഡ് ടു പ്രിവെന്റ് ഹസാർഡ്സ്. ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം അത് സേഫ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അവിടെ ഹസാർഡ്സ് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇറ്റ് മേ ഓൾസോ പ്രൊട്ടക്ട് കോവർക്കേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, എംപ്ലോയേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, നിയർ ബൈ കമ്മ്യൂണിറ്റീസ് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ഹു ആർ അഫക്റ്റഡ് ബൈ ദ വർക്ക് പ്ലേസ് എൻവയോൺമെന്റ്. ഇപ്പോൾ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലൊക്കെ ഓക്കെ ഉള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഫ്യൂംസ്, ഇപ്പം കെമിക്കൽ പ്ലാന്റ്സ്, അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ സേഫ്റ്റി പ്രിക്കോഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെയുള്ള വർക്കേഴ്സിനെയും അവരുടെ ഫാമിലി മെമ്പേഴ്സ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, നിയർ ബൈ കമ്മ്യൂണിറ്റീസ്, അപ്പോൾ ആ ഇൻഡസ്ട്രിയുടെ അടുത്ത് താമസിക്കുന്ന ഓക്കെ അവരെയെല്ലാം ബാധിക്കും. ഇപ്പോൾ ഒരു ഭോപ്പാൽ ദുരന്തം എടുക്കുകയാണെങ്കിൽ അവിടെയുള്ളൊരു എല്ലാവരെയും ബാധിച്ചു അത്, അവിടെ ആ പൊല്യൂഷൻ ഉണ്ടായപ്പോൾ. അപ്പോൾ ആ കാര്യമൊക്കെ നമ്മൾ ഈ സേഫ്റ്റിയുടെ ആസ്പെക്റ്റിൽ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഇൻവോൾവ്സ് ഇൻട്രാക്ഷൻസ് എമംഗ് മെനി റിലേറ്റഡ് ഏരിയാസ് ഇൻക്ലൂഡിംഗ് ഒക്യുപേഷണൽ മെഡിസിൻ, occupational or industrial hygiene, public health and safety engineering, chemistry and health physics. അപ്പോൾ ഈ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഒന്ന് ഒക്യുപേഷണൽ മെഡിസിൻ, പിന്നെ ഒക്യുപേഷണൽ ഹൈജീൻ, നമ്മളെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഹൈജീൻ, വൃത്തി, അത് നോക്കുക. പിന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, ഹെൽത്ത് ഫിസിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, ഒരു ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ നീഡ്സ് എന്തൊക്കെയാണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദ എംപ്ലോയീസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് കമ്പനി സ്മൂത്ത് ആൻഡ് സക്സസ്ഫുൾ ഫംഗ്ഷനിങ്. ഒരു കമ്പനി സ്മൂത്ത് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ഡിസിസീവ് ഫാക്ടർ ഇൻ ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒക്യുപേഷണൽ ഹെൽത്തും സേഫ്റ്റിയും നമ്മളൊരു ഡിസിസീവ് ഫാക്ടറായിട്ടാണ് കൺസേൺ ചെയ്യുന്നത്. ഇറ്റ് എൻഷേഴ്സ് ആൻ ആക്സിഡന്റ് ഫ്രീ ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ്. ഒരു ആക്സിഡന്റ് ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ്, ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ് കീപ്പ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. പ്രോപ്പർ അറ്റൻഷൻ ടു ദ സേഫ്റ്റി ആൻഡ് വെൽഫെയർ ഓഫ് ദ എംപ്ലോയീസ് ക്യാൻ ഈൽഡ് എ വാല്യുബിൾ റിട്ടേൺസ്. ഇപ്പോൾ ഒരു എപ്പോഴും ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വെൽഫെയറും സേഫ്റ്റിയും നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഈൽഡ് അല്ലെങ്കിൽ വാല്യുബിൾ റിട്ടേൺസ് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കും. ഇംപ്രൂവിങ് എംപ്ലോയി മൊറൈൽ. ഇപ്പോൾ ഒരു മൊറാലിറ്റി, ആ എംപ്ലോയിയുടെ മൊറാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എപ്പോഴും ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു കമ്പനിയിൽ ആരും വർക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് കമ്പനി ഒരു സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സാധിക്കും. റെഡ്യൂസിങ് ആബ്സെൻറ്റിസം. ഇപ്പോൾ എപ്പോഴും ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന കമ്പനിയിൽ ആബ്സെൻറ്റിസം കൂടുതലായിരിക്കും. അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സഹായിക്കും. എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് സേഫ്റ്റി പ്രിക്കോഷൻസും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ഒരു സ്ഥലത്ത് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. മിനിമൈസിങ് പൊട്ടൻഷ്യൽ ഓഫ് വർക്ക് റിലേറ്റഡ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ്. ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസും ഇൽനെസ്സും ഒക്കെ മിനിമൈസ് ചെയ്യും. ഇൻക്രീസിങ് ദ ക്വാളിറ്റി ഓഫ് മാനുഫാക്ചർഡ് പ്രോഡക്ട്സ് ആൻഡ് റെൻഡേർഡ് സർവീസസ്. അപ്പോൾ ഈ അധിക അസുഖങ്ങളോ ഇൽനെസ്സോ ഒന്നും ഇല്ലാത്ത ഒരു, ഇഞ്ചുറീസ് ഒന്നും ഇല്ലാത്ത ഒരു ആളിൽ നിന്ന് നമുക്ക് ക്വാളിറ്റി ഓഫ് മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ അതുപോലുള്ള പ്രശ്നങ്ങളോ വർക്ക് സൈറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടില്ല പ്രോഡക്റ്റിൽ. നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് ഒക്യുപേഷണൽ ഹൈജീൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹൈജീൻ. ഒക്യുപേഷണൽ ഹൈജീൻ ഇസ് ആൻറ്റിസിപ്പേഷൻ, റിക്കഗ്നിഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വർക്ക് പ്ലേസ് ഹസാർഡ്സ് ഓർ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഓർ സ്ട്രെസ്സസ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിസിപ്പേഷൻ, റെക്കഗ്നിഷൻ ആൻഡ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വർക്ക് പ്ലേസ് ഹസാർഡ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഓർ സ്ട്രെസ്സസ് ആണ്. ദിസ് ഈസ് അറൈസിങ് ഇൻ ഓർ ഫ്രം ദ വർക്ക് പ്ലേസ്. ഈ ഹൈജീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വൃത്തി, അതെന്ന് പറയുന്നത് അറൈസ് ചെയ്യുന്നത് വർക്ക് പ്ലേസിൽ തന്നെ നിന്നാണെന്ന് അറിഞ്ഞിരിക്കുക. വിച്ച് മേ കോസ് സിക്നെസ്. ഇപ്പോൾ ഒരു ഹൈജീൻ അല്ലാത്തൊരു സ്ഥലം,
ഓക്കെ, ഇപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്യൂംസ് ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ റെസ്പിറേറ്ററോ അതുപോലെയുള്ള എക്സോസ്റ്റ് ഡക്റ്റോ പ്രൊവൈഡ് ചെയ്യാത്ത ഒരു കമ്പനിയിൽ സിക്നസ് കൂടാം, ഇമ്പയർഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓർ സിഗ്നിഫിക്കൻറ്റ് ഡിസ്കംഫർട്ട് ആൻഡ് ഇൻഎഫിഷ്യൻസി അമംഗ് ദ വർക്കേഴ്സ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇൻഎഫിഷ്യൻസിയോ ഡിസ്കംഫർട്ടിനോ സാധിക്കും. ഓക്കെ, വിച്ച് മേ കോസ് സിക്നസ്, ഇമ്പയർഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓർ സിഗ്നിഫിക്കൻറ്റ് ഡിസ്കംഫർട്ട് ആൻഡ് ഇൻഎഫിഷ്യൻസി അമംഗ് വർക്കേഴ്സ്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോസിബിൾ ഹസാർഡ്സ് ആൻഡ് ദെയർ എഫക്ട്സ് ഓഫ് ഹെൽത്ത്. അപ്പോൾ ആദ്യം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന ഒരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോസിബിൾ ഹസാർഡ്സ് ആൻഡ് ദെയർ എഫക്ട്സിനെ പറയുന്ന പേരാണ് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആൻറ്റിസിപ്പേഷൻ. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ആണ്. ആക്സെപ്റ്റൻസ് ഓഫ് ഇൽ എഫക്ട്സ് ഓഫ് ദ ഐഡന്റിഫൈഡ് ഹസാർഡ്സ്. ഇപ്പോൾ ഒരു ഹസാർഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത്, ഇപ്പോൾ ഒരു നോയ്സ് എന്ന് പറയുന്ന ഹസാർഡ്, അപ്പോൾ അതിൻ്റെ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻസ്, അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ഇപ്പോൾ ഒരു നോയ്സ് ഉള്ള ഒരു സ്ഥലത്ത് എയർ പ്ലഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല അല്ലെങ്കിൽ എയർ മഫ് പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേൾവി ശക്തിയെ ബാധിക്കും. ഓക്കെ, അതാണ് അതിനെ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഇവാലുവേഷൻ, മെഷർമെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ്. മെഷറിംഗ് ഓർ കാൽക്കുലേറ്റിംഗ് ദ ഹസാർഡ് ബൈ ഇൻസ്ട്രുമെൻറ്റ്, എയർ സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ്, comparison with the standards and taking judgment whether measured or calculated hazard is more or less than the permissible standard. ഇപ്പോൾ ഇവാലുവേഷൻ ഓർ മെഷർമെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ് അതെന്ന് പറയുന്നത് മെഷർമെൻറ്റ് എടുക്കുക. ഹസാർഡ് അത് ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും. എയർ സാമ്പിളിങ് ആൻഡ് അനാലിസിസ്, ഇപ്പോൾ എയറിൽ എത്ര പൊല്യൂട്ടൻ്റ് ഉണ്ട് അതിനെ എടുക്കുക, പിന്നെ കമ്പയർ ചെയ്യുക സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട്. ഇപ്പോൾ നമുക്ക് ചെവിക്ക് പറ്റുന്ന ഒരു ഡെസിബിൾ വാല്യൂ കാണും നോയ്സിൻ്റെ, അപ്പോൾ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴത്താണോ അവിടെ സൗണ്ട് ഉണ്ടാകുന്നത്, ഓക്കെ, ആ രീതിയിൽ കമ്പയർ ചെയ്യുക. അതാണ് ഇവാലുവേഷൻ, മെഷർമെൻറ്റ് ആൻഡ് അസസ്മെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് വർക്ക് പ്ലേസ് ഹസാർഡ്സ്. മെഷേഴ്സ് ലൈക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ്, മെഡിക്കൽ എക്സാമിനേഷൻ, യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് സൂപ്പർവിഷൻ. അപ്പോൾ ആ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ഹസാർഡ്സിനെ മെഷർ ചെയ്യുക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുക. അതിൽ PPA നമ്മൾ കൊടുത്തിരിക്കണം, പിന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യണം, സൂപ്പർവിഷനും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്. ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഹസാർഡ്സ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോഴ്സ്, ഇപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഈ രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്താണെന്നുള്ള രീതിയിൽ. ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ആകാം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആകാം വിത്ത് എ പൊട്ടൻഷ്യൽ ഫോർ ഹാം ഇൻ ടേംസ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽ ഹെൽത്ത്, ഡാമേജ് ടു പ്രോപ്പർട്ടി, ഡാമേജ് ടു ദ വർക്ക് പ്ലേസ് എൻവയൺമെൻറ്റ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ദിസ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സോഴ്സ് ആകാം, സിറ്റുവേഷൻ ആകാം. അതെന്ന് പറയുന്നത് ഹാം ഉണ്ടാക്കുകയാണ് ഇൻ ടേംസ് ഓഫ് ഇഞ്ചുറി ഓർ ഹെൽത്ത്. ഇപ്പോൾ ഇഞ്ചുറി ഉണ്ടാക്കാം വർക്കറിന്, ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ ബാധിക്കാം, പിന്നെ ആ പ്രോപ്പർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ വർക്ക് പ്ലേസ് എൻവയൺമെൻറ്റിന് ഡാമേജ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആകാം. ഓക്കെ, ഇപ്പോൾ ഒരു ഹസാർഡ് ഉണ്ടാകുന്നു, ഓക്കെ, ഇപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് റേസ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിന് ഹാംഫുൾ ആയിരിക്കും, ആ പ്രോപ്പർട്ടിക്ക് ഹാംഫുൾ ആയിരിക്കും, പിന്നെ ആ വർക്ക് പ്ലേസ് എൻവയൺമെൻറ്റിനും ഹാംഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ടൈപ്സ് ഓഫ് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് ആണ്. ഫിസിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ബയോളജിക്കൽ ഉണ്ട്, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, എർഗണോമിക് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ പോയിന്റ് നോട്ട് ചെയ്യുക. അപ്പോൾ ഫിസിക്കൽ ഹസാർഡ്സ്, ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഫിസിക്കൽ ഹസാർഡ് ഏതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ കെമിക്കൽ ഹസാർഡ് ഏതാണ്, അല്ലെങ്കിൽ ബയോളജിക്കൽ ഹസാർഡ് ഇതിലേതാണ്, ആ രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഈ നോയ്സ് തന്നിട്ട് ഇത് ഏത് ഹസാർഡാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബവ് രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് രീതിയിലും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം പഠിക്കാൻ. അപ്പോൾ ഫിസിക്കൽ ഹസാർഡ്സ് ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് നോയ്സ്, പിന്നെ ഹീറ്റ് ആൻഡ് കോൾഡ് സ്ട്രെസ്, പിന്നെ വൈബ്രേഷൻ, പിന്നെ റേഡിയേഷൻ, അയണൈസിങ്ങും നോൺ അയണൈസിങ്ങും, പിന്നെ ഇല്ലുമിനേഷൻ എക്സെട്ര. ഇതെല്ലാം ഫിസിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണെന്ന് ഓർക്കുക. അപ്പോൾ നോയ്സ് ഉണ്ട്, നോയ്സാണ് കഴിഞ്ഞാണ് ചോദിച്ചിട്ടുള്ളത്. ഹീറ്റ് ആൻഡ് കോൾഡ് സ്ട്രെസ് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ വൈബ്രേഷൻ നോയ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. റേഡിയേഷൻ, ഇലുമിനേഷൻ, ഓക്കെ, അത് ഫിസിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് കെമിക്കൽ ഹസാർഡ്സ് ആണ്. കെമിക്കൽ ഹസാർഡ്സിൽ വരുന്നത് ഇൻഫ്ലേമബിൾ, എക്സ്പ്ലോസീവ്, ടോക്സിക്, കൊറോസീവ്, റേഡിയോ ആക്റ്റീവ്. അപ്പോൾ റേഡിയോ ആക്റ്റീവും റേഡിയേഷനും മാറിപ്പോരുത്. റേഡിയേഷൻ എന്ന് പറയുന്ന ഫിസിക്കൽ ഹസാർഡ്സിലും റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത് കെമിക്കൽ ഹസാർഡ്സിലാണെന്ന് നോക്കുക. ഇതിൽ ഈ ടോക്സിക് ആണ് ചോദിച്ചിട്ടുള്ളത് കെമിക്കൽ ഹസാർഡ്സിൽ. ഓക്കെ, നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ബയോളജിക്കൽ ഹസാർഡ്സ് ആണ്. ബയോളജിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗി, പ്ലാന്റ് പെസ്റ്റ്, ഇൻഫെക്ഷൻ. അപ്പോൾ ഈ ഇൻഫെക്ഷൻ ചോദിച്ചിട്ടുള്ളതാണ് ബാക്ടീരിയ, ഫംഗി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബയോളജിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഫിസിയോളജിക്കൽ,
ഫിസിയോളജിക്കൽ എന്ന് പറയാൻ നേരത്ത് നമുക്ക് ഫിസിക്കലായിട്ട് വരുന്ന നമ്മുടെ മാറ്റങ്ങളാണ്. ഓക്കെ, ഫിസിയോളജിക്കൽ ഹസാർഡ്സ്. ഇപ്പോൾ ഓൾഡ് ഏജ്, നമുക്ക് പ്രായമായി. പിന്നെ സെക്സ് എന്ന് പറയുന്നത് മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇൽ ഹെൽത്ത്, സിക്നെസ്, ഫെറ്റീഗ്, തളർച്ച. ഓക്കെ, ഇതെല്ലാം ഫിസിയോളജിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്. അതിൽ വരുന്നതാണ് റോങ് ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നമ്മളൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ അവിടെ നിൽക്കാൻ നേരത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെന്നുണ്ടെങ്കിൽ അവിടെ സൈക്കോളജിക്കൽ ഹസാർഡ്സിന് സാധാരണ ഉണ്ട്. പിന്നെ സ്മോക്കിങ് സൈക്കോളജിക്കലായിട്ടുള്ള ഹസാർഡിന് കാരണമാകും. പിന്നെ ആൽക്കഹോളിസം, വർക്ക് സൈറ്റിൽ നമ്മൾ ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കർ, പുവർ ഡിസിപ്ലിൻ, ആബ്സെൻറ്റിസം, ഡിസൊബീഡിയൻസ്. ഇപ്പം സൂപ്പർവൈസർ പറയുന്നത് കേൾക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പുവർ ഡിസിപ്ലിനിൽ വരുന്നതാണ് ആബ്സെൻറ്റിസം, ഡിസൊബീഡിയൻസ്. പിന്നെ അഗ്രസീവ് ബിഹേവിയർ. നമ്മൾ ആബ്സെൻ്റ് ആകുന്നിടത്ത് അടുത്ത നമ്മുടെ കോവർക്കറിന് അവിടെ കൂടുതൽ സ്ട്രെസ് ആവുകയാണ്. അപ്പോൾ അയാൾ കൂടുതൽ ലോഡ് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പുവർ ഡിസിപ്ലിനിൽ വരുന്നതാണ് ആബ്സെൻറ്റിസം, ഡിസൊബീഡിയൻസ്, അഗ്രസീവ് ബിഹേവിയർ. ചിലരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അഗ്രസീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് സൈക്കോളജിക്കൽ വരുന്നതാണ്. പിന്നെ ആക്സിഡൻറ്റ് പ്രോൺനെസ് എക്സെട്ര. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ത്വരയുള്ള ആൾക്കാരാണ് ആക്സിഡൻറ്റ് പ്രോൺനെസ്, ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത. ഇമോഷണൽ ഡിസ്റ്റർബൻസ്. ഇപ്പോൾ ഇമോഷണലായിട്ട് ഇപ്പം വീട്ടിൽ എന്തെങ്കിലും വഴക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വയലൻസ് ഉണ്ടാകും. ബുള്ളിങ്, ഒരാളെ ബുള്ളി ചെയ്യുക. പിന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ്. ഇതെല്ലാം നമ്മുടെ സൈക്കോളജിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുകയാണ് മെക്കാനിക്കൽ ഹസാർഡ്സ്. ഈ അൺഗാർഡഡ് മെഷീനറി ചോദിച്ചിട്ടുള്ളതാണ്. അത് മെക്കാനിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. നോ ഫെൻസിങ്. ഇപ്പോൾ ഒരു വരമ്പ് കെട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഫെൻസിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡേഞ്ചർ, ഒരു ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മൾ ഫെൻസിങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലായിട്ടുള്ള ഷോക്ക് ഏൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നോ സേഫ്റ്റി ഡിവൈസ്, ഒരു സേഫ്റ്റി ഡിവൈസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നോ കൺട്രോൾ ഡിവൈസ്. ഇതൊക്കെ മെക്കാനിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ആണ് ഇലക്ട്രിക്കൽ. നോ എർത്തിങ് കൊടുക്കുന്നില്ല, ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാം, കറണ്ട് ലീക്കേജ്, ഓപ്പൺ വയർ. നോ ഫ്യൂസ് ഓർ കട്ട് ഓഫ് ഡിവൈസ്. ഫ്യൂസോ കട്ട് ഓഫ് ഡിവൈസോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ എക്യുപ്മെൻറ്റ് അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ഹസാർഡാണ് ഇതൊക്കെ എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എർഗണോമിക് ആണ്. ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ഏരിയയാണ് എർഗണോമിക്. പുവർ മാനുവൽ ഹാൻഡ്ലിംഗ് ടെക്നിക്. റോങ് ലേഔട്ട് ഓഫ് മെഷീനറി. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ റോങ് ലേഔട്ട് ഓഫ് മെഷീനറി എന്ന് പറയുന്നത് ഏത് ഹസാർഡ്സിൽ വരുന്നതാണ്? എർഗണോമിക് ഹസാർഡ്സ്. പിന്നെ റോങ് ഡിസൈൻ, പുവർ ഹൗസ് കീപ്പിംഗ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, പുവർ ഹൗസ് കീപ്പിംഗ്. പിന്നെ ഓക്വാർഡ് പൊസിഷൻ. ഈ എർഗണോമിക്കിൽ വരുന്നതാണ് ഈ ഓക്വാർഡ് പൊസിഷൻ, റോങ് ടൂൾസ് എക്സെട്ര. പിന്നെ ഇതിൽ ഓരോ പോയിന്റും നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിരിക്കുക. സൈക്കോളജിക്കൽ ആണോ, എർഗണോമിക് ആണോ, മെക്കാനിക്കൽ ആണോ, പിന്നെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ. പ്രധാനമായിട്ടും ഈ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, മെക്കാനിക്കൽ, എർഗണോമിക്, ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നുള്ളൂ. ഈ ഓക്വാർഡ് പൊസിഷനും പുവർ ഹൗസ് കീപ്പിംഗ്, റോങ് ലേഔട്ട് ഓഫ് മെഷീനറി, അത് എർഗണോമിക് ആണെന്ന് ഓർക്കുക. ഈ റോങ് ലേഔട്ട് ഓഫ് മെഷീനറി നിങ്ങൾക്ക് മെക്കാനിക്കലിൽ കൊണ്ട് കുത്താനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എർഗണോമിക് എന്ന് പറയുന്നത് ആ ഷോ ഫ്ലോറിൽ നമ്മുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ആ മെഷീനറി എങ്ങനെയാണ്, കറക്റ്റായിട്ടാണോ? എർഗണോമിക് എന്ന് പറയുന്ന ഒരു സ്റ്റഡിയാണ്. ഓക്കെ, എർഗണോമിക് മോഷൻ സ്റ്റഡി എന്നുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ഈ സേഫ്റ്റി സ്ലോഗൻ എന്ന് പഠിച്ചു വെച്ചേക്കുക. സേഫ്റ്റി എന്ന് പറയുന്നത് എ സേഫ്റ്റി റൂൾ ബ്രേക്കർ ഈസ് ആൻ ആക്സിഡൻറ്റ് മേക്കർ. ഈ രീതിയിൽ വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു സേഫ്റ്റി റൂൾ ബ്രേക്കർ എന്ന് പറയുന്നത് ഒരു ആക്സിഡൻറ്റ് മേക്കർ ആകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ഈ 5S കൺസെപ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോർട്ട്, സെറ്റ്, ഷൈൻ, സ്റ്റാൻഡർഡൈസ്, ഇത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ട് നോക്കുക. പിന്നെ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ആ 8 പോയിന്റ്. പിന്നെ വേസ്റ്റ് മെറ്റീരിയലിൻ്റെ റീസൈക്ലിങ്, കമ്പോസ്റ്റിങ്, ലാൻഡ് ഫിൽസ്, ഇൻസിനറേഷൻ, ആ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഈ ബിൻസിൻ്റെ കളർ കോഡ്. പിന്നെ ഈ ഹസാർഡ്സ്, ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഓരോ പോയിന്റും നമ്മൾ നോട്ട് ചെയ്യുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഷോർട്ട് നോട്ട് നിങ്ങളായിട്ട് തയ്യാറാക്കണം. അത് നിങ്ങളുടെ എക്സാമിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ആരും ചെയ്തില്ല, മറ്റേ ഒരു 5 ക്വസ്റ്റ്യൻ വീതം നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പോഴല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹെൽപ്പ് ചെയ്യും, ഒരു റിവിഷൻ ആകും. ഓക്കെ, പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക,
കാണുന്നവരാരും തന്നെ ലൈക്സോ കമൻറ്റോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഈ ഇടുന്ന എഫർട്ടിന് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് മനസ്സിലാകുന്നത് ഇതേപോലെ ലൈക്സോ ഷെയറോ സബ്സ്ക്രൈബോ ചെയ്യുമ്പോഴാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.